നമസ്കാരം. നിങ്ങളുടെ കൈവശമുള്ള 10 രൂപയുടെയോ 20 രൂപയുടെയോ കടലാസ് നോട്ടുകൾ വെള്ളം നനഞ്ഞോ എളുപ്പത്തിൽ കീറിയോ നശിച്ചു പോയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇനി അത്തരത്തിലുള്ള ആശങ്കയൊന്നും വേണ്ട. കീറില്ല, നനയില്ല. 10, 20 രൂപയുടെ പ്ലാസ്റ്റിക് കറൻസി നിങ്ങളുടെ എല്ലാവരുടെയും പേഴ്സുകളിലേക്ക് എത്താൻ പോവുകയാണ്. ആ പുതിയ പ്ലാസ്റ്റിക് കറൻസിയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഈ വീഡിയോയിലൂടെ പറയാം. ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കിക്കൊണ്ട് 10-20 രൂപ മൂല്യമുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിമർ നോട്ടുകൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ വിപണിയിൽ ഇറക്കാൻ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും ഔദ്യോഗിക അനുമതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ തീരുമാനത്തിന്റെ പിന്നിലെ ഒരു സത്യമുണ്ട്. അതെന്താണ്? നിലവിലുള്ള പേപ്പർ നോട്ടുകൾ നിരോധിക്കപ്പെടുമോ? ഈ പുതിയ പോളിമർ നോട്ടുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കൃത്യമായ വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാക്കാം. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരിയാണ് പാർലമെന്റിൽ എഴുതി നൽകിയ മറുപടിയിലൂടെ ഈ സുപ്രധാന വിവരം ഔദ്യോഗികമായി രാജ്യത്തെ അറിയിച്ചത്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിലെ സെക്ഷൻ 25 പ്രകാരം RBIയുടെ സെൻട്രൽ ബോർഡ് നൽകിയ ശുപാർശയ്ക്കാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം 10 രൂപയുടെയും 20 രൂപയുടെയും 100 കോടി വീതം നോട്ടുകളാണ്, അതായത് ആകെ 200 കോടി നോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ വിപണിയിൽ ഇറക്കുന്നത്. ഇന്ത്യയിലെ കാലാവസ്ഥയിലും കച്ചവടങ്ങൾക്കിടയിലുള്ള അതിവേഗ ഉപയോഗത്തിലും ഈ നോട്ടുകൾ എത്രത്തോളം ഈട് നിൽക്കുമെന്ന് പരിശോധിക്കുകയാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. അപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യം ഇതാണ്: പേപ്പർ നോട്ടുകൾ നിരോധിക്കുമോ? വിപണിയിലുള്ള പഴയ 10 രൂപ 20 രൂപ പേപ്പർ നോട്ടുകൾ അസാധുവായി പോകുമോ? അവ പിൻവലിച്ചു കളയുമോ? ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. നിലവിലുള്ള പേപ്പർ നോട്ടുകൾ വിപണിയിൽ നിന്ന് പിൻവലിക്കില്ലെന്ന് സർക്കാർ വ്യക്തമായി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വിതരണം ചെയ്യുന്ന പേപ്പർ നോട്ടുകൾക്കൊപ്പം സമാന്തരമായിട്ടായിരിക്കും പോളിമർ നോട്ടുകളും ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. പ്രാരംഭ പരീക്ഷണം വിജയകരമാണെന്ന് കണ്ടാൽ മാത്രമേ ഭാവിയിൽ പൂർണ്ണ തോതിലുള്ള അച്ചടിയും വിതരണവും തുടരുകയുള്ളൂ. പോളിമർ നോട്ടുകളുടെ പ്രധാന മെച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇന്ത്യ എന്തുകൊണ്ടാണ് സാധാരണ പേപ്പറിന് പകരം പോളിമർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സാങ്കേതിക വിദ്യയിലേക്ക് മാറുന്നത്? പ്രധാനമായും അതിന് 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, കൂടുതൽ ഈടുനിൽപ്പാണ്, ഡ്യൂറബിലിറ്റി ഉണ്ട്. BOPP എന്നൊരു പ്രത്യേക പോളിമർ പദാർത്ഥം കൊണ്ടാണ് ഈ നോട്ടുകൾ നിർമ്മിക്കുന്നത്. അല്ലാതെ വെറും പ്ലാസ്റ്റിക് എന്ന് വിളിച്ച് അതിനെ കൊച്ചാക്കി കാണേണ്ടതില്ല. വെള്ളം നനഞ്ഞാൽ നശിക്കില്ല, എളുപ്പത്തിൽ ഒന്ന് കീറിപ്പോകുമെന്ന് വെച്ചാൽ കീറുകയുമില്ല. ചെറുകിട കച്ചവടങ്ങൾക്കും മറ്റുമായി 10-20 രൂപ നോട്ടുകൾ നിരന്തരം കൈമാറ്റം ചെയ്യപ്പെടുന്നതിനാൽ പേപ്പർ നോട്ടുകൾ എളുപ്പത്തിൽ കേടാകാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വലിയ മൂല്യമുള്ള നോട്ടുകളെക്കാൾ കൂടുതൽ ഏറ്റവും അധികം ചുളിവും മുഷിവും പറ്റുന്നത് 10 രൂപ 20 രൂപ നോട്ടുകൾക്കാണ്. പോളിമർ നോട്ടുകൾ വർഷങ്ങളോളം കേടുകൂടാതെ നിലനിൽക്കും. മറ്റൊന്ന്, കള്ളനോട്ടുകൾക്ക് തടയിടാൻ പറ്റും. അത്യാധുനിക സുരക്ഷാ സാങ്കേതിക വിദ്യകൾ ഈ നോട്ടിൽ അടങ്ങിയിട്ടുണ്ട്. ക്ലിയർ വിൻഡോ, മെറ്റാലിക് ന്യൂമറൽസ്, മാഗ്നറ്റിക് ത്രെഡ്, പ്രകാശത്തിന് നേരെ പിടിക്കുമ്പോൾ മാത്രം കാണുന്ന നിഴൽ ചിത്രങ്ങൾ, ഷാഡോ ഇമേജസ് എന്നിവ ഈ പോളിമർ നോട്ടുകളിൽ ഉണ്ടാവും. ഇവ വ്യാജമായി നിർമ്മിക്കുക എന്നത് അത്യന്തം ശ്രമകരമാണ്. അതുകൊണ്ട് കള്ളനോട്ടുകളുടെ പുറത്തിറക്കൽ അല്പം ബുദ്ധിമുട്ടാവും. ഇടയ്ക്കിടെ കേടായ നോട്ടുകൾ മാറി പുതിയവ അച്ചടിക്കുന്നത് വഴി ഉണ്ടാകുന്ന കോടിക്കണക്കിന് രൂപയുടെ അച്ചടി ചെലവ് ദീർഘകാല അടിസ്ഥാനത്തിൽ കുറയ്ക്കാൻ ഇതുമൂലം രാജ്യത്തിന് സാധിക്കുന്നുണ്ടാവും. റിസർവ് ബാങ്കിന്റെ കറൻസി അച്ചടി വിഭാഗമായ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ് പോളിമർ ഷീറ്റുകൾ ലഭ്യമാക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ താൽപര്യപത്രം ക്ഷണിച്ചു കഴിഞ്ഞു. ആകെ 68,000 റീം ഷീറ്റുകളാണ് ഇതിനുവേണ്ടി വാങ്ങാൻ പോകുന്നത്. നോട്ട് അച്ചടിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ വളരെ കർശനമായ നിബന്ധനകളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. തന്ത്രപ്രധാനമായ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി ബന്ധമുള്ള കമ്പനികളെയോ അവിടെ നിന്നുള്ള സാങ്കേതിക വിദ്യകളെയോ ജീവനക്കാരെയോ ഈ പ്രക്രിയയിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തിയിട്ടുണ്ട്. ലോകത്താദ്യമായി പ്ലാസ്റ്റിക് നോട്ട് അവതരിപ്പിച്ച രാജ്യം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? 1988 ഓസ്ട്രേലിയയാണ് ആദ്യമായി പ്ലാസ്റ്റിക് നോട്ട് ലോകത്തിനു മുമ്പാകെ അവതരിപ്പിച്ചത്. നിലവിൽ UK, കാനഡ, ന്യൂസിലാൻഡ് തുടങ്ങി 50-ലധികം രാജ്യങ്ങളിൽ പോളിമർ നോട്ടുകൾ വിജയകരമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. UPIയും ഡിജിറ്റൽ പേയ്മെന്റും വ്യാപകമായ ഈ കാലത്തും കറൻസിയുടെ ഉപയോഗം സുരക്ഷിതവും ലാഭകരവുമാക്കാൻ പോളിമർ നോട്ടുകൾ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കടലാസ് നോട്ടുകൾക്ക് പകരം പ്ലാസ്റ്റിക് നോട്ടുകൾ വരുന്നത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സൗകര്യപ്രദമാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുക. കൃത്യവും സത്യസന്ധവുമായ വാർത്തകൾ കൂടുതലായി നിങ്ങൾക്ക് ലഭിക്കാനായി ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമേ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.